അരീക്കോടെന്ന ചരിത്രഭൂമിയിൽ നവോത്ഥാനത്തിന്റെ സൂര്യോദയമുണ്ടായത്, വിജ്ഞാനത്തിന്റെ പ്രകാശശോഭ പരന്നത് കോലൂർ കുന്നിന് മുകളിൽ നിന്നാണ്. പർവ്വതങ്ങൾക്ക് മീതെ ഉയർന്ന സൂര്യൻ ലോകമാകെ പ്രകാശം പരത്തും പോലെ കോലൂർ കുന്നിന് മുകളിൽ ഉയർന്ന SOHSS എന്ന വിജ്ഞാനഗേഹം അരീക്കോടും പരിസര പ്രദേശങ്ങളിലും വിദ്യയുടെ വെളിച്ചമെത്തിച്ചു. ഇന്ന് ഈ വിദ്യാലയത്തിന്റെ തൂണുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അരീക്കോടിന്റെ ജനഹൃദയങ്ങളിലാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുന്നു. കാലത്തിന്റെ മഹാപ്രവാഹത്തിൽ തലമുറകളുടെ വിളക്കുമാടമായി നിലകൊണ്ട കലാലയത്തിലേക്ക് തീക്ഷ്ണമായ കണ്ണുകളും ആത്മവിശ്വാസവും നിറഞ്ഞ വാക്കുകളുമായി ഒരു യുവ അധ്യാപകൻ പടികേറി വന്നു. കെമിസ്ട്രി അധ്യാപകന്റെ റോളിൽ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് രാസവാക്യങ്ങളും രാസസമവാക്യങ്ങളുമായി കടന്നുവന്ന ആ അധ്യാപക രൂപം നിങ്ങളുടെ മനസ്സിൽ മന്ത്രിക്കുന്ന ആ 3 അക്ഷരം തന്നെ, പ്രിയപ്പെട്ട മുനീബ് മാഷ്. വിദ്യാർത്ഥികൾക്ക് ആശയങ്ങളുടെ അഗ്നിച്ചിറകുകൾ നൽകിയ 4 ചുമരുകൾ കടന്ന സ്കൂൾ മുറിയെ സമൂഹത്തിലേക്ക് തിരിച്ചുവച്ച കണ്ണാടിയാക്കി മാറ്റിയ, സമർപ്പണത്തിന്റെ പര്യായമായി മാറിയ അധ്യാപകൻ. പരീക്ഷകളും പരീക്ഷണങ്ങളും ശരവേഗത്തിലുള്ള മൂല്യനിർണയങ്ങളും ഉൾപ്പെടെ അധ്യാപന മണ്ഡലത്തിലെ പ്രവർത്തന ചാരുതയിൽ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും ഒരുപോലെ അയാൾ അമ്പരപ്പിച്ചു. ഏതൊരു മടിയനായ വിദ്യാർത്ഥിയിലും കർക്കശക്കാരനായ അധ്യാപകന്റെ ആൾരൂപമായി കടന്നുവന്ന് ശിക്ഷയും ശിക്ഷണവും വടിയും അടിയും ഒക്കെയായി മാറിയതിന്റെ ചൂടുള്ള ഓർമ്മകൾ ആ കലാലയത്തിന്റെ അന്തരീക്ഷത്തിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. പ്രവർത്തന മണ്ഡലത്തിന്റെ ചൂടും ചൂരും കൈകളിലൊതുക്കിയ ആ അധ്യാപകന്റെ കരങ്ങളിലേക്ക് പിന്നീട് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. ആദ്യം ഹെഡ്മാസ്റ്ററായി, പിന്നീട് പ്രിൻസിപ്പാലും. ക്രമേണ ഈ കലാലയത്തിന്റെ മെയ്യും തലയും തുടുപ്പും ആത്മാവുമായി പരിണമിച്ചതിന്റെ നാൾ വഴികൾക്കാണ് ഈ കലാലയം സാക്ഷ്യം വഹിച്ചത്. അയാൾ നടന്നു നീങ്ങിയ വഴികളെല്ലാം വ്യത്യസ്തമായിരുന്നു, പുതുമ നിറഞ്ഞതായിരുന്നു. സാധാരണക്കാരുടെ മക്കൾക്ക് ആശ്രയമായ ഈ കലാലയത്തെ എല്ലാ അർത്ഥത്തിലും ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളിന്റെ തലത്തിലേക്ക് കൈപിടിച്ചുയർത്തണമെന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലെ വഴികളിൽ ഉയർന്നു വന്ന പ്രവർത്തനങ്ങൾ ഇന്നലകളെ അടയാളപ്പെടുത്തി വയ്ക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥികളെ ഇഴയടുപ്പത്തോടെ ചേർത്തു നിർത്തിയ ബാച്ച് സംഗമങ്ങളും കലാലയ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഗ്ലോബൽ അലംനി മീറ്റും, സ്വപ്ന പദ്ധതിയായ പ്രൗഢം പ്രൊജക്റ്റും, അരീക്കോടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ സൽക്കാരങ്ങളായ 2 ഫുഡ് ഫെസ്റ്റുകളും, നാടിന് വിസ്മയ കാഴ്ചയൊരുക്കിയ സോയക്സ് പ്രദർശനമേളകൾ, മതേതര മൂല്യങ്ങൾ അരക്കെട്ടുറപ്പിക്കാൻ ലക്ഷ്യമിട്ട ദണ്ഡി യാത്രയുടെ പുനരാവിഷ്കാരവും, വിദേശ രാജ്യങ്ങളിലെ ബഡ്ഡി സ്കൂൾ മാതൃകയിൽ നടപ്പിലാക്കിയ സിംബയോസിസ് ദ സ്കൂൾ ഓഫ് ടുഗദർനെസ്സും, യു നജാഹ് എന്ന കാഴ്ച പരിമിതിയുള്ള എഴുത്തുകാരന്റെ പിറവിയും, സിവിൽ സർവീസ് സ്വപ്നം കാണാൻ കുട്ടികളെ പ്രാപ്തമാക്കിയ ആസ്പെയർ പദ്ധതിയും, മുതിർന്ന തലമുറയ്ക്ക് സ്നേഹവും കരുതലും പകർന്നു നൽകിയ ഉപ്പിലിട്ട ഓർമ്മകളും, നെൽപ്പാടങ്ങൾ ക്ലാസ് മുറികളിലാക്കിയ ബിരിയാണി പാടവും തടയണ നിർമ്മാണവും, ലഹരിക്കെതിരെ കാവലാളും, പൈതൃക സ്ഥലങ്ങൾ നേർക്കാഴ്ചകളാക്കിയ ഹെറിറ്റേജ് വാക്കുകളും, കുട്ടികളെ വായനാ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന 20,000 ബുക്ക് ചാലഞ്ചും, സാംസ്കാരിക രംഗത്തെ അടയാളപ്പെടുത്തലായി ഫെസ്റ്റോലെറ്റും, VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഉള്ളിലെ വായനക്കാരനെയും യാത്രികനെയും കുടുംബനാഥനെയുമെല്ലാം തുറന്നു കാണിച്ച ഡീകോഡിംഗ് VDയും, അരവിന്ദ് കെജ്രിവാൾ, ഡോക്ടർ ശശി തരൂർ, ഡോക്ടർ D ബാബു പോൾ IAS തുടങ്ങിയവരുമായി നേരിൽ സംവദിച്ച മീറ്റ് ദ ലെജൻഡ് പരിപാടികളും, മുൻ ചീഫ് സെക്രട്ടറി V വേണു IAS, ഡോക്ടർ MK മുനീർ, സഹറു നുസൈബ കണ്ണനാരി തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഓപ്പൺ മൈൻഡും, സഹപാഠിക്കൊരു വീടും, ഗ്രീൻ ബെൽ അച്ചാറുകളും കൂട്ടുകാരുടെ മങ്ങിയ സ്വപ്നങ്ങൾക്ക് നിറം പകരാനുള്ള ശ്രമങ്ങളായിരുന്നു. മനോരമ ന്യൂസ് ചാനൽ ഉദ്ഘാടനം നിർവഹിച്ച ഫോട്ടോൺ മീഡിയ സ്റ്റുഡിയോയും ഓ ലൈവും മധുരച്ചൂരലുമെല്ലാം കോവിഡ് കാലത്ത് പഠനാനുഭവം കൂടുതൽ സാർത്ഥകമാക്കാനുള്ള ഇടപെടലുകളായിരുന്നു. സമർപ്പിത പ്രവർത്തനങ്ങൾക്കുള്ള സാക്ഷ്യപത്രമായി PM ഫൗണ്ടേഷന്റെ പ്രൊഫസർ KA ജലീൽ അവാർഡും മികച്ച പ്രിൻസിപ്പൽക്കുള്ള കോസ് യൂണിക്കൂൾ അവാർഡും.
1969 ഫെബ്രുവരി 1 KT മൊയിൻ ഹാജിയുടെയും കാഞ്ഞിരാല സക്കിയ ടീച്ചറുടെയും 4ാമത്തെ മകനായാണ് ജനനം. ഉമ്മ സക്കിയ ടീച്ചറുടെ പൊടുന്നനെയുള്ള വിയോഗം ഇന്നും മുനീബ് മാഷിന്റെ ജീവിതത്തിലെ ഒരു വിടവായി നിലനിൽക്കുന്നു. കോഴിക്കോട് JDT ഇസ്ലാം സ്കൂളിലെ സാമൂഹിക ശാസ്ത്ര അധ്യാപികയായ വി ഫൗസിയ ടീച്ചറാണ് ഭാര്യ. സന, ഡോക്ടർ നഷ, സജ, ഹെഫീദ, സക്കിയ എന്നിവർ മക്കളാണ്. നല്ല അധ്യാപകർ തണൽ മരങ്ങൾ നടന്ന പതികരെ പോലെയാണ്. അവർ നടന്നു മറിഞ്ഞാലും അവർ നട്ടുവളർത്തിയ മരങ്ങൾ പൂവായും ഫലമായും തണലായും തലമുറകളിലേക്ക് പടർന്നു പിടിക്കും. പ്രിയപ്പെട്ട മുനീബ് മാഷ് വാചാലമാകുന്ന ആശയങ്ങൾ കൊണ്ട് സമൂഹത്തെയാകെ ക്ലാസ് മുറിയായി കണ്ട വിശാല കാഴ്ചപ്പാടുകൊണ്ട് അധ്യാപനമെന്നത് മികവിനായുള്ള നിരന്തര പരിശ്രമമാണെന്ന ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് താങ്കൾ കുറിച്ചിട്ട വേറിട്ട പാത ഇനി വരുന്നവർക്കെല്ലാം മാതൃകയായി പ്രചോദനമായി ഇവിടെ ഞങ്ങളുടെ എല്ലാ മനസ്സിലുണ്ട്. തീർച്ചയായും ക്ലാസ് മുറികളിൽ നിങ്ങളുടെ അഭാവം സൃഷ്ടിക്കുന്ന ശൂന്യതകൾ ഞങ്ങൾ അനുഭവിക്കും. ക്ലാസ് മുറിക്ക് പുറത്ത് നാടും നാട്ടുകാരുമായി കൈകോർക്കുന്ന വേളകളിൽ ഊർജം നിറഞ്ഞ ചിരിയുമായി മുൻനിരയിൽ നിങ്ങളുണ്ടാകില്ലെന്ന യാഥാർത്ഥ്യം ഞങ്ങളെ അലട്ടുന്നു. എങ്കിലും ഓരോ വെല്ലുവിളിയും മറികടക്കാൻ മുനീബ് മാഷ് അങ്ങനെയാണ് ചെയ്തതെന്ന ശരിയായൊരു മാതൃക ഞങ്ങൾക്ക് മുന്നിൽ വരഞ്ഞിട്ടിട്ടാണല്ലോ താങ്കൾ നമ്മുടെ പ്രിയ വിദ്യാലയത്തിന്റെ പടിയിറങ്ങുന്നത്. കർമ്മകുശലത കൊണ്ട് SOHSS വിദ്യാർത്ഥികളുടെ, രക്ഷിതാക്കളുടെ, നാടിൻ്റെയൊക്കെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയ പ്രിയ അധ്യാപക, ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഗ്രാൻഡ് സല്യൂട്ട്.